ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്കൊരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്ലാസ്സിലുള്ള ഡാറ്റാസ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് മോഡലിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ താഴെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം, ഡിഫ് സ്ട്രിങ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ റിട്ടേൺ സെൽഫ്, അതിന് ശേഷം എന്താണോ അതിൻ്റെ പേര് നമ്മൾ അതിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അഡീഷനായിട്ട് ഇമെയിൽ കൂടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പ്ലസ് ഇടുക, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ ആ ഇമെയിൽ എന്നുള്ള ആ ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും, ആ പേര് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഇമെയിലും നമുക്കിവിടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഈ രൂപത്തിൽ 1 by 1 ആയിട്ടുള്ള ലൈൻസിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓതൻറ്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഓൾറെഡി ജാങ്കോയിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഓരോന്ന് സെപ്പറേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സ്റ്റാഫ് സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള ഓരോന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള മോഡലൊക്കെ എടുക്കുമ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ പേര് മാത്രമാണ് ഓരോ ലിസ്റ്റായിട്ട് നമുക്ക് കാണിക്കണില്ല. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിലുള്ള ഡാറ്റാസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കിയിട്ട് നമുക്ക് കൊടുത്ത ഡാറ്റാസുകളൊക്കെ ഒരു ലിസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരെ മോഡൽസ്, നമ്മൾ അഡ്മിൻ എന്നുള്ള പേജിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ അഡ്മിൻ എന്നുള്ള പേജ് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ ഇവിടെ ഓൾറെഡി അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ്സിൻ്റെ പേര് ഞാനിവിടെ വന്ന് സ്റ്റുഡൻറ്റ് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പേരെന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഈ പേരെന്നെ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. അഡ്മിൻ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ജസ്റ്റ് അഡ്മിൻ എന്ന് ചേർത്തു. അതിനുശേഷം ഡോട്ട് മോഡൽ അഡ്മിൻ എന്ന് ചേർത്തു, ഒരു കോളൻ ഇടുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ ലിസ്റ്റ് ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതൊക്കെ ഇതിൻ്റെയൊക്കെ ഫീൽഡ് നെയിം, അതായത് നമ്മളിവിടെ വന്ന് മോഡലിൽ കൊടുത്ത ഈ ഫീൽഡ് നെയിമുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം നെയിം വേണം. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോമട്ടതിന് ശേഷം ഇമെയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോമട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ എന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതെല്ലാം ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ ക്ലാസ്സിൻ്റെ പേര് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ക്ലാസ്സിൻ്റെ പേര് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് അഡ്മിൻ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമുക്കിവിടെ വന്ന് നെയിം, അതേപോലെ ഇമെയിൽ, അതേപോലെ തന്നെ ഫോൺ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും, ഈ രൂപത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിവിടെ ആഡ് ചെയ്ത ഡാറ്റാസിൽ നമുക്ക് എങ്ങനെ അപ്ഡേഷൻ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. വളരെ സിമ്പിളാണ്. നമുക്കിതിലിപ്പോൾ അരുൺ എന്ന ആളെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ അരുൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണിക്കും. ഇതിൽ നമുക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്തി അത് സേവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ അത് സേവ് ആയി വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പുതിയൊരു ആളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇനി അതല്ല, ഇതിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് ഡിലീറ്റ് ആയി പോകും എന്നുള്ളത്, ഒരു വാർണിംഗ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മുഴുവൻ ഡാറ്റാസും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഡിലീറ്റ് സെലക്റ്റഡ് സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഗോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത് എങ്ങനെ നമുക്കൊരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം, അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെ അതിലേക്ക് ഡാറ്റ ആഡ് ചെയ്ത ഡാറ്റ എങ്ങനെ ഡിലീറ്റ് ചെയ്യണത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ സംസാരിച്ചത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
തീർച്ചയായും ഇതിന് ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാണ്ട് ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.